യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കള്ളന്മാരെ പിടിച്ച ഇതുപോലെ ചെരുപ്പുമാലയിട്ടാ സ്വീകരിക്കുന്നേ. മോൾ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ഇവളുമാരെ. ഇറങ്ങി പോട കള്ള. എന്താ താക്കോലെ കാലിനൊരു ഏന്തലൊക്കെ? വീണ്ടും പോയി വല്ലയിടത്തും മറിഞ്ഞു വീണോ? അതോ വല്ലയിടത്തും മോഷ്ടിക്കാൻ കയറിയപ്പോ കാല് തെറ്റി വീണോ? കള്ള കള്ളം നിന്റെ തന്ത. കട്ടതിനും കടത്തിനും ഇപ്പം ജയിലിൽ കിടക്കുന്ന നിന്റെ അച്ഛൻ. ഞാൻ കള്ളനല്ല, കട്ടിട്ടുമില്ല. പക്ഷേ നീയൊക്കെ കൂടെ എന്നെ കള്ളനാക്കി. ചെരുപ്പ് മാലയിട്ടു, പരസ്യമായി എന്നെ തല്ലിയില്ലേ? അതിനൊക്കെ ദൈവം നിനക്ക് തന്ന ശിക്ഷയത്. എന്നെ കള്ളനാക്കി ഈ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോ കാണാൻ കൂടെ ഉണ്ടായിരുന്നതേ 6-7 പേരാണ്. അതിൽ പകുതി പേർക്കും അറിയാമായിരുന്നു ഞാൻ കട്ടിട്ടില്ല. പക്ഷേ നിന്റെ അച്ഛൻ BGCയുടെ MD മിസ്റ്റർ പൗത്തറിനെ സ്വർണ്ണക്കടത്തിന് പിടികൂടിയപ്പോ ആ വാർത്ത TV കണ്ടതേ ലക്ഷക്കണക്കിന് ആൾക്കാരാ. ഇവിടത്തെ TV ദർശനം ഓഫ് ചെയ്തതുകൊണ്ട് ഇവിടെ എന്നെ കള്ളനാക്കിയത് കണ്ടവരാരും ആ TV ന്യൂസ് കണ്ടില്ല. പിറ്റേ ദിവസം രാവിലത്തെ പത്രം ഇവിടെ കൊണ്ടുവന്നിട്ടപ്പോ എടുത്ത് മാറ്റിയതും ദർശനയാ. അവളത് മാറ്റി ഒളിച്ചു വെച്ചു. അല്ലെങ്കിലും പത്രം വായിക്കുന്ന ശീലം ഇവിടെ എന്ത് സാറിന് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ആരും അത് കണ്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ആ അറസ്റ്റ് നന്നായിട്ട് തന്നെ ആഘോഷിച്ചു. സർവ്വസമയവും സെൽഫോണിൽ കുത്തിയിരിക്കുന്ന വീണ പോലും അത് കണ്ടില്ല. സാരമില്ല, കാണേണ്ടവര് അത് കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് കള്ളന്റെ മോളായ നീ എന്നെ കള്ളനെന്ന് വിളിച്ചതിന് എനിക്ക് ഒരു സങ്കടവും ഇല്ല. ഇവിടേക്ക് തിരിച്ചു വരുമ്പോ ആദ്യം നിന്നെ കാണണമെന്ന് വിചാരിച്ചവനാണ് ഞാൻ. എന്താടാ നീ എന്നെ വിളിച്ചത്? നീ എന്നോ? നിന്നെ ഞാൻ ഇരിക്കണേ. ഞാൻ കള്ളനല്ല എന്ന് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ചെരുപ്പ് മാലയിട്ട് നിന്റെ ചെകിട്ടത്തടിച്ച് ഒക്കുമെങ്കിൽ എന്റെ ഈ കാല് കിടക്കണ ചെരുപ്പ് കൊണ്ട് നിനക്കൊരു അടി തരണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നില്ല. നടക്കാത്തതിന്റെ കാരണം പേടി കൊണ്ടല്ല, ദർശന എന്റെ വാ അടപ്പിച്ചത് കൊണ്ടാ. എന്റെ നാവിനെ നിശബ്ദമാക്കിയത് കൊണ്ടാ. 3 രാത്രികളിൽ ഒറ്റയ്ക്ക് ഗസ്റ്റ് ഹൗസിൽ കാവൽ നിന്നവനാണ് ഞാൻ. കണ്ണ് ചിമ്മാതെ ഒന്നും ഉറങ്ങാതെ കാവൽ നിന്നു. ഞാൻ ഉണ്ട ചോറിനുള്ള എൻ്റെ ചോരയിൽ അലിഞ്ഞ നന്ദിയുടെ ഉപ്പ് കൊണ്ടാണ് നിന്നത്. ആ രാത്രി ഞാൻ പ്രതീക്ഷിച്ചു, നിന്നെയല്ല, നിന്റെ അമ്മയെ. എൻ്റെ നിർഭാഗ്യം കൊണ്ടോ നിന്റെ അമ്മയുടെ ഭാഗ്യം കൊണ്ടോ ആരും വന്നില്ല. പക്ഷേ കഴിഞ്ഞ രാത്രി എന്നെ തേടി ഒരു ഗുണ്ട അവിടെ എത്തി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റി. അവിടെ ഓടിയെത്തി എന്നെ രക്ഷിച്ചത് ദർശനയാ. എന്നെ രക്ഷിക്കാൻ വന്ന ദർശനയെ നിങ്ങൾ കൊല്ലാൻ നോക്കി. എന്നിട്ട് നീ നിന്റെ ഗുണ്ടയും കരുതി വെച്ച തല്ല് മുഴുവൻ ദർശന ഏറ്റുവാങ്ങി. അപ്പോഴൊന്നും ഞാൻ തകർന്നില്ല. പക്ഷെ ഇപ്പോ ദർശനയെ കൊല്ലാൻ നോക്കിയ നിന്നെ ദർശന രക്ഷിച്ചു. എന്റെ ബോസിന്റെ മുമ്പിലും ഗീതമ്മയുടെ മുമ്പിലും ദർശന തറപ്പിച്ചു പറഞ്ഞു, ശ്രേയ അല്ല അത് ചെയ്തതെന്ന്. ആ നിമിഷം ഞാൻ തകർന്നുപോയി. അവിടേക്ക് ഓടി വന്ന ബോസ് മറഞ്ഞു നിന്ന നിന്നെ ഒന്നും കണ്ടില്ല. പക്ഷേ
ഞാനും ദർശനെ അത് കണ്ടു, വ്യക്തമായിട്ടും കണ്ടു. ദർശന നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിയാക്കാൻ മടിച്ച്. കാരണം ഞാനൊരു അനാഥനാണല്ലോ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവൻ. നീയോ? അവൾ വധുവായി വന്നു കയറിയ ഈ വീട്ടിലെ അവളുടെ ഭർത്താവിന്റെ മുറപ്പെണ്ണ്. നിന്റെ പേര് മറച്ചു വെക്കുന്നതാണ് നല്ലതെന്ന് ദർശനയ്ക്ക് തോന്നിക്കാണും. അത് ചെയ്യിച്ചത് നീയാണെന്ന് സുമംഗല മേഡം അറിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കിയാലോ എന്ന് ഭയന്നിട്ടായിരിക്കും ദർശന അത് പറയാത്തത്. ഓഹോ, മരുവത്തൂരുള്ള ഇനിയുള്ള നിന്റെ ജീവിതം ദർശനയുടെ ഔദാര്യമാണ്. ദർശന തന്ന ഔദാര്യം. അത് ഓർത്ത് ജീവിച്ച നിനക്ക് കൊള്ളാം. എനിക്ക് ചെരുപ്പ് മാലയിട്ട നിനക്ക് പകരമായി ചെരുപ്പ് കൊണ്ട് ഒരാടി തരണമെന്ന് ഞാൻ വിചാരിച്ചതാ. ഞാനത് ചെയ്യാത്തത് ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. നിന്നെ ഒരിക്കൽ തല്ലാൻ എനിക്കൊരവസരം ദൈവം തരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. കോട്ടടി കള്ളന്റെ മോളെ. അയ്യോ, കടുത്ത ആലോചനയിലാണല്ലോ ആന്റി. എന്തു പറ്റി? പവയങ്കിളിനെ പറ്റിയാണോ? ഞാനേ ദർശനയും രൂപേഷേട്ടനും കൂടി സംസാരിക്കുന്നത് കേട്ടായിരുന്നു. എന്താ കേട്ടത്? അവര് സംസാരിച്ചത് പവിയേട്ടനെ കുറിച്ചാണോ? അവൾ എന്താ പറഞ്ഞത്? എന്നോട് മോള് വന്ന് പറഞ്ഞായിരുന്നു ദർശന അവളുടെ പോലീസ് അങ്കിളിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു. പവിയേട്ടനെ പറ്റി ഒരു വിവരവും കിട്ടിയില്ല പോലും. എവിടെയാണെന്ന് അറിയില്ല പോലും. അവളോട് പറഞ്ഞേരെ എനിക്ക് അവളുടെ സഹായമൊന്നും വേണ്ടാന്ന്. എനിക്കേ അവളെ പോലെ സാധാരണ ഒരു SIയുമായിട്ടല്ല ബന്ധം. ഡിപ്പാർട്ട്മെന്റിലെ IG-യുമായിട്ട് വരെ പവിയേട്ടന് നേരിട്ട് ബന്ധമുള്ളതാ. എനിക്ക് പവിയേട്ടനെ പറ്റി എല്ലാ വിവരവും കിട്ടിയിട്ടുണ്ട്. ഫോണിൽ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. അവളെന്താ വിചാരിച്ചത്? പവിയേട്ടൻ ആയുഷ്കാലം അകത്ത് കിടക്കുമെന്നോ? 6-7 ദിവസം കൂടി അവരുമായിട്ടൊന്ന് സഹകരിക്കണമെന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു.